ഫാൻറ്റസി വേൾഡ് വിത്ത് സിജോ ജസ്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ പേര് ജസ്ന എന്നാണ്. ഞാൻ താമസിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ കക്കാടംപൊയിൽ കള്ളിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഇവിടെ 2-3 ദിവസമായിട്ട് കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ അതിനെ ചൊല്ലിയൊരു ലൈവ് വീഡിയോ ഒക്കെ ഞങ്ങൾ ചെയ്തിരുന്നു. തിരുവമ്പാടി സെക്ഷനിൽ കൂമ്പാറ KCBയിലാണ് നമ്മുടെ കറണ്ടിൻ്റെ ഇതൊക്കെ വരുന്നത്. അവിടെയാണ് ഞങ്ങൾ പോയി വീഡിയോ എടുത്തതും കംപ്ലയിൻറ്റ് ചെയ്തത്. അങ്ങനെ കരണ്ടും വെള്ളവും എല്ലാം ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ മഴയാണല്ലോ, മഴവെള്ളവും അതുപോലെ തോട്ടിലെ വെള്ളമൊക്കെ ഉപയോഗിച്ചാണ് ഞങ്ങൾ വീട്ടാവശ്യമുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും വയറുവേദനയും പനിയും ഛർദിയൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞങ്ങൾ KCB കയറി ചോദിക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ അവിടെ പോയത്. അപ്പം നമുക്കങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ് ഞങ്ങൾ മെയിനായിട്ട് ലൈവ് വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ലൈവ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവർ പിന്നീട് പറയും നിങ്ങളത് എഡിറ്റ് ചെയ്തുണ്ടാക്കിയതാണ്, ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ സംഭവിച്ചത് അങ്ങനെയല്ല, അങ്ങനെ പല കാരണങ്ങളും പറയും. അതിൻ്റെ പേര് മാത്രമാണ് ഞങ്ങൾ ലൈവ് വീഡിയോ ചെയ്തത്. വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം, അതിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതേ തുടർന്ന് KCBക്കാർ ഞങ്ങളുടെ പേരിൽ സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് വളരെ നമുക്ക് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലാണ് അവർ കംപ്ലയിൻറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അതിൽ നമ്മൾ പോയ കാര്യങ്ങളും അവർ കേസ് കൊടുത്തേക്കുന്ന കാര്യമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലൊക്കെയാണ് അവർ കേസ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ സംസാരിക്കുന്നത് കേട്ടില്ല, എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ വീഡിയോ കോൾ ഇയാളൊന്നും ഡ്യൂട്ടി ചെയ്യില്ല, ഇയാൾ ഓഫീസിൽ ആളില്ല. ഞങ്ങളിപ്പോൾ തിരുവമ്പാടി സ്റ്റേഷനാണ് ഉള്ളത്. അപ്പം AEOയും അസിസ്റ്റൻ്റ് AEOയും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് സ്റ്റാഫ് കൂടെ വരാനുണ്ട് കേട്ടോ. അപ്പം ഇവരാണ് നമ്മുടെ പേരിൽ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സംസാരിച്ചത് ലേഡി സ്റ്റാഫിനോടാണ്. നമ്മുടെ പേരിൽ കംപ്ലയിൻറ്റ് കൊടുത്തേക്കുന്നത് AEOയാണ്. ഇത് ഞാൻ യൂട്യൂബർ ആയതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുത്തതാണ് ഇതിൻ്റെ അകത്ത് പ്രശ്നമായത്. വീഡിയോ എടുത്ത് ഞങ്ങൾ അവരുടെ അപമര്യാദയായിട്ട് പെരുമാറി. പിന്നെ അവർ സ്ത്രീകൾ മാത്രമുള്ളപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ സാറിന് ചോദിച്ചില്ല. ഗിരീഷ് സാറാണ് ഞങ്ങളെ വിളിച്ചു പറഞ്ഞത്. ആ സാറിന്റെ വോയിസിന്റെ അതുണ്ട്, MLA സാർ ഇതിന്റെ അകത്ത് ഇടപെട്ടായിരുന്നു. MLA സാറിന്റെ വോയിസ് ഉണ്ട്, എല്ലാം ഞാൻ കറക്റ്റായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ നമുക്ക് എടുത്താലോ സ്റ്റേഷനിൽ വരുന്നത്. സെക്കൻഡോടെ പറയാനുണ്ട് സാറേ. അതേപോലെ എൻ്റെ വീടിന്റെ സ്ഥലത്ത് ജാനി ഇറങ്ങുന്ന ഇവർ ഇതിന് മുമ്പിൽ കൂടെ അതായത് KCB 3.5 കിലോമീറ്റർ ഉള്ള എൻ്റെ വീട്ടിലേക്ക് വരെ ഹൈവേയുടെ സൈഡാണ്. ഇതിന് മുമ്പിൽ കൂടെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. ഒരു ഫീസ് പോയൊരു കേസുകൊണ്ട് 3 ദിവസം ഞങ്ങളായിട്ട് ബുദ്ധിമുട്ടിച്ച്. ഞങ്ങൾക്ക് വെള്ളമില്ലാണ്ടായിട്ട് ഞങ്ങൾ കരഞ്ഞ് 3 പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവർ മൈൻഡ് ചെയ്യുന്നില്ല. ലാസ്റ്റ് ഞാൻ MLA വിളിക്കുന്നുണ്ട്, MLA വിളിച്ച് പറയുന്നുണ്ട്, ഇവർ അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ല. മഴവെള്ളം ഉപയോഗിച്ചിട്ട് തോട്ടിലെ വെള്ളം ഉപയോഗിച്ച് ഇവർക്ക് വയറ്റിത്തൊഴിച്ചിലും പനി അസുഖം. എൻ്റെ കൊച്ചിന് ഇപ്പം നിലവിൽ പനി, മൂത്തോക്ക് പനി അസുഖം. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ സാറൊന്ന് മനസ്സിലാക്കുക. ഞാൻ ഹോസ്പിറ്റലിലെ റെക്കോർഡ് ഡോക്ടർ ചെയ്ത സർട്ടിഫിക്കറ്റുകൾ നമുക്ക് എല്ലാം ഗവൺമെന്റ് സർവീസിലിരിക്കുന്ന ഡോക്ടറെ കൂടുതലിരിക്കുന്നത്. ഇത്രയും വലിയ ക്രൂരത ഈ സാർ ഞങ്ങളോട് കാണിച്ചത്. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ് സാർ പറയുന്നത്? എന്നിട്ട് ഞാനൊരു വീഡിയോ ചെയ്ത് 8 മിനിറ്റ് വീഡിയോ അല്ലെങ്കിൽ 12 മിനിറ്റ് വീഡിയോൻ്റെ ഉള്ളിൽ ഇവർക്ക് ആ ലൈന് ഒരു ഫീസ് കെട്ടാൻ അവർക്ക് പറ്റി. ഇത്രയും ഞങ്ങൾ ഈ പ്രശ്നത്തിലേക്ക് എത്തിക്കേണ്ട ആവശ്യമുണ്ടോ സാർ പറയാം? ഈ വീഡിയോ എടുക്കുമ്പോൾ സാർ പറയാം ഞങ്ങൾ സാറിന്റെ ജോലി തടസ്സപ്പെടുത്തി അലമ്പണ്ടാക്കി എന്ന് പറഞ്ഞാൽ സാറും ചെയ്യുന്നില്ലേ? ആ പണി അവരും ചെയ്തോളൂ. 10 മണിയായിട്ട് ഇവരാരും വന്നില്ല. അങ്ങനെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സാറിനെ വിളിച്ചു. അപ്പോൾ സാറിനെ വിളിച്ചപ്പോൾ സാറ് ഫോൺ എടുത്തു ഞങ്ങൾ സാറേ ഞാൻ കള്ളിപ്പാറ എന്ന് പറഞ്ഞ സാറ് കട്ടാക്കി. പിന്നെ വിളിച്ച സാറിന് എടുക്കുന്നില്ല. ഞങ്ങൾ ചാനലിൽ നമുക്ക് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് 3 ദിവസമായിട്ട് കക്കാടംപൊയിൽ കളിപ്പാറ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന ഹൈവേയുടെ ഇവിടെ 3 കിലോമീറ്റർ ചുറ്റളവുള്ളൂ. എന്താ നമ്മളോട് വ്യക്തി വരികയുണ്ടോ? ഉള്ളവർക്കൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇവിടെ വന്നത് ഇതുപോലെ സ്ഥിരമായിട്ട് വന്ന് കംപ്ലൈന്റ് ചെയ്ത് KCB പോയി കംപ്ലൈന്റ് ചെയ്ത് കറണ്ട് കൊണ്ടുവരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കിപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നതിന്റെ പേര് മാത്രമാണ് ഞങ്ങളിപ്പോൾ ഈ വീഡിയോ ലൈവ് ചെയ്തത്. നമ്മുടെ അടുത്തുണ്ടായിരുന്ന തെളിവുകൾ മുഴുവൻ കാണിക്കുകയും പറയുകയും അതുപോലെ നമ്മുടെ അടുത്ത് ലൈവ് വീഡിയോ അടക്കം കാണിച്ചു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഓക്കെ ഇതിൽ കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ്
അത് കഴിഞ്ഞ് KCBക്കാരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള സംസാരം ഒരു പരാതിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പോയ രീതിയിലുള്ള പെരുമാറുമെന്ന് പറയുന്നു. പിന്നെ അവരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുന്നു. ഇങ്ങനെ കുറച്ച് പരാതി നിലനിൽക്കുന്നുണ്ട്. ഞാൻ അവരോട് അതിന്റെ ഓഫീസ്, അതായത് എന്റെ ഓഫീസിൽ ഇപ്പോൾ വന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ എടുത്താൽ ഞങ്ങൾക്ക് പിന്നെ എതിർക്കാൻ പറ്റുന്നതല്ല. നമുക്ക് നിർദ്ദേശമുള്ളതാണ്, നമ്മുടെ പൊതു പ്രവർത്തികളാണ്. അതെനിക്കറിയണം. കാര്യമില്ല, നമ്മൾ തർക്കിക്കേണ്ട കാര്യമില്ല. എന്റെ കാര്യം വരുന്നതല്ല, എന്റെ ഓഫീസിലെ കാര്യം ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ അവരുടെ ഓഫീസിലെ കാര്യം അവരുടെ അന്വേഷണത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിങ്ങൾക്കത് എടുക്കാനുള്ള റൈറ്റ് ഉണ്ടോ മറ്റു കാര്യങ്ങൾ മനസ്സിലായി. ആ റൈറ്റ് എത്രത്തോളം ഉണ്ട്? റൈറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. കാരണം അവര് പറഞ്ഞുതരാം. യൂട്യൂബർ എന്നുള്ള നിലയിൽ എനിക്ക് പൊതുജനങ്ങൾക്ക് വരുന്ന ഒരു മാധ്യമപ്രവർത്തന പൊതുജനങ്ങൾക്ക് വരുന്ന അവകാശങ്ങൾ നിഷേധിക്കുമ്പോൾ എനിക്ക് അവിടെ കയറി വീഡിയോ എടുക്കാനുള്ള അവകാശം എനിക്കുണ്ട്. സാറ് മനസ്സിലാക്കണം. അത് അവരോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം. അത് ഞാൻ മനസ്സിലാക്കുന്നത്. അവരോട് സാറ് മനസ്സിലാക്കണം. സാറിന് കംപ്ലൈന്റ് വന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ കംപ്ലൈന്റ് വന്നതിന് നടപടി എടുത്തില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞല്ലോ, ഇവിടെ വന്ന് നിങ്ങൾ എടുക്കുമ്പോൾ ഞാൻ തർക്കിക്കൂല. കാരണം എനിക്കറിയാം നമ്മൾ ചെയ്യുന്ന പോളിസി ഉണ്ടല്ലോ. ഓഫീസിന്റെ സൂക്ഷ്മത്തിന് ഭീഷണിയായ തരത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വീഡിയോ ചിത്രീകരിക്കുകയും സ്ത്രീ ജീവനക്കാരുടെ ഔപര്യാദയും പെരുമാറാൻ ഇത് പറഞ്ഞ പരാതി ചോദിച്ചു ഞാൻ പറഞ്ഞു. അന്വേഷണം മറ്റു കാര്യങ്ങളൊക്കെ വേറെ വിഷയം. ഇതിന്റെ ഒരു കോപ്പി ഞങ്ങൾ തരണം. ഈ പരാതിയുടെ കോപ്പികൾ ഈ കോപ്പി നിങ്ങൾക്ക് വിവരാവകാശപ്പെടാൻ ചോദിക്കാൻ പരാതി ഉണ്ടെങ്കിൽ അതല്ല, ഇത് സ്റ്റേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എടുക്കാനോ വായിക്കാനോ ഞാൻ ചോദിച്ചോട്ടെ. അവർ ചോദിക്കാനല്ല, പരാതിയൊക്കെ നിലനിൽക്കുമെന്ന് അറിയട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഞാൻ ഇതിന്റെ കാര്യങ്ങൾ അവരെ കൊണ്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായോ? അത് അവർക്ക് അന്വേഷിച്ചിട്ട് കേസോടെ മുന്നോട്ട് പോകുമ്പോൾ തർക്കമുള്ളൂ. ഇല്ല ഇവരൊന്നും വിട്ടൂടെ, വേറെ കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ അവർ താല്പര്യമില്ല. ഞാൻ നിങ്ങൾ പറയുന്ന കേക്ക്. അതായത് ഞാൻ പറഞ്ഞു എന്റെ ഓഫീസിലാണ് വീഡിയോ ചിത്രീകരിക്കുന്നതെങ്കിൽ ഞാൻ നിഷേധിക്കില്ല. നിങ്ങളുടെ ഓഫീസിന്റെ കാര്യം എനിക്കറിയില്ല, അത് നിങ്ങൾക്ക് അറിയുന്ന നിങ്ങൾ പറയുക. അപ്പൊ അവർ കുറെ കാര്യം അപ്പൊ നമുക്ക് നിങ്ങളുടെ ഹെഡിന് കാര്യങ്ങൾ ചോദിച്ചാൽ വീഡിയോ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് മാത്രം ഞാൻ മുന്നോട്ട് പോകും. ഒരു പരാതി തീർക്കാൻ വേണ്ടിയാണ്. പരാതി തീർക്കണോ വേണ്ടോ എന്നുള്ളതിൽ രണ്ടാളും കൂടി ഈ പറഞ്ഞ പരാതിക്കാരിൽ തീരുമാനിക്കുക ആണല്ലോ. അപ്പൊ അവർക്ക് ഞാൻ പറയേണ്ട കാര്യങ്ങളെ കൺവിൻസ് ചെയ്ത് കൊടുത്തു. ഇന്നാണ് സംഭവം. എന്റെ സ്റ്റേഷനിൽ വന്നിട്ട് നിങ്ങൾ പറഞ്ഞ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് കുറ്റം പറയാൻ പറ്റുന്ന കാര്യമല്ല. ഇത് അവിടെ ആ പറഞ്ഞത് സാധാരണ ഇതിൽ പബ്ലിക് കയറി വരുന്നതാണ്. അതൊക്കെ പബ്ലിക് സ്ഥലമാണ്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് എന്റെ കൺസെപ്റ്റ് പ്രകാരം അവിടെ എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ചോദിച്ചിരുന്നാലും അവരോടല്ലേ പറയാൻ പറ്റും. അപ്പൊ അവര് പറഞ്ഞത് അവർക്ക് അവർ മേലാണ്. കാരണം ഈ പരാതി ഓൾറെഡി മേലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർ റെസ്പോൺസിബിൾ അറിഞ്ഞിട്ട് മറുപടി പറയാൻ പറ്റും. ഇത് 2-3 കാര്യങ്ങളുണ്ട്. അതല്ല, എന്റെ പേര് സ്റ്റേഷനിൽ വന്ന പരാതിക്ക് എനിക്ക് എന്റെ വീഡിയോ എടുക്കണം. ഞങ്ങളുടെ വായിച്ചത് ഞങ്ങൾക്ക് അവകാശമില്ലേ സ്റ്റേഷനിൽ? ഈ പരാതി മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ഞാൻ ബസ് ഞാൻ തീരുമാനം എടുക്കുന്നില്ല ഇപ്പോ. അപ്പൊ നിങ്ങൾക്ക് തരാം. സാറ് നാളെ എനിക്കൊരു കംപ്ലൈന്റ് ചെയ്യണമെങ്കിൽ ഇത് വെച്ചിട്ട് വേണ്ട ഫയൽ വെച്ചിട്ട് എനിക്ക് പറയാം. സാർ ഇപ്പൊ നാളെ ഇന്ന് FIR ഇട്ടോ, ഇന്നലെ FIR ഇട്ടോ, നാളെ ജാമ്യമില്ല വകുപ്പാണോ വരുന്നത് എനിക്ക് പറയാൻ കഴിയുമോ സാറേ? സാറ് പറ എനിക്ക് FIR ഇട്ടോ, ഇന്നാണ് ഇട്ടോ, ഇന്നലെയാണോ ഇട്ടെ, ഇനിയിപ്പോ നാളെ സാർ അറിയാം ഇവര് ഞാൻ FIR ഇട്ടിട്ടില്ല. ഓക്കെ, ഇട്ടിട്ടില്ല. അപ്പൊ എനിക്ക് ഇതിന്റെ കാണാൻ പറ്റില്ല സാർ പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ലല്ലോ. തീരുമാനം അവരെങ്ങനെ ഞങ്ങൾ നാളെ നിങ്ങൾ ഈ പരാതി സംസാരിക്കാൻ വേണ്ടി വേണ്ട ഞങ്ങൾ വിളിച്ച കാര്യങ്ങൾ പറയും. വേറെ നിങ്ങൾ പറഞ്ഞ കാര്യം ഉണ്ടാവില്ല. കാരണം അവർക്ക് എസോ നോ പറഞ്ഞു. കാരണം കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പരാതിക്കാരെ അവിടെയാണല്ലോ MLA വോയിസ് എടുക്കുന്നുണ്ട്. ഇതേ സാറിന് അന്വേഷിക്കാലോ, സാറേ അവിടെ അന്വേഷിക്കാലോ, സാറ് സ്റ്റേഷൻ അന്വേഷിക്കാലോ. നിങ്ങൾ പറഞ്ഞ കാര്യം കേട്ടു, അവരോട് പറഞ്ഞു, അവർ എന്നോട് തിരിച്ചിങ്ങനെ പറഞ്ഞു, നിന്നോട് പറഞ്ഞു. അവര് പറഞ്ഞത് ഇങ്ങനെയാണ്, പിന്നെ ഞങ്ങൾ മോളിൽ പരാതി പോക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പൊതു സ്ഥലത്താണ്. അപ്പോ അത് അവര് പിന്നെ അങ്ങനെ ചെയ്ത് ശരിയാണ്. നമ്മൾ ശരിയാണെങ്കിൽ ഓഫീസ് ചോദിക്കണം. കാരണം നിങ്ങൾ അവിടെ ഒരു പരാതി ഞാൻ പറഞ്ഞ സാറേ, ഞാൻ യൂട്യൂബറാണ്, എനിക്ക് അവകാശം. പിന്നെ ഒരു മിനിറ്റ് സാറേ, ഒരു മിനിറ്റ് നിൽക്കുന്ന ആളോടല്ലേ നമ്മൾ സംസാരിക്കാം. അവിടെ അധികാരപ്പെട്ട ആരാണോ അവരോട് സംസാരിക്കാം. ഒരു മേഡം പുള്ളിക്കാരി അവരെ കണ്ട പാടെ റൂമിൽ കയറി വാറടിച്ചു. ആ രണ്ട് മറ്റേ ആ കറുത്ത് ചോദ്യം ചെയ്താൽ അവർ രണ്ടുപേരും റൂമിൽ കയറി വാറടിച്ചു. ഞങ്ങൾ ഇങ്ങോട്ട് തിരിയുമ്പോൾ ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾ അങ്ങോട്ട് നോക്കി ഒളിച്ചിരിക്കുന്ന ഒരു പരിപാടി.
പിന്നെ ഞങ്ങൾ ഈ മേഡം നമുക്കൊരു നല്ലതല്ലേ? നമ്മൾ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ ഓഫീസിലും പറഞ്ഞ രീതിയിൽ ആൾക്കാർ കയറാൻ പറ്റുന്ന സർക്കാർ ഓർഡർ ഇറക്കിയ പ്രശ്നം നിർത്തണം. ഇപ്പൊ ഞങ്ങൾ മേഡത്തിനോട് സംസാരിച്ച വീഡിയോ എടുത്തു. മേഡത്തിന് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മാറ്റി എന്നിട്ട് എടുത്തു കഴിഞ്ഞാൽ മേഡം പറയും എന്നോട് അത് പറഞ്ഞാൽ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവുണ്ടോ? ഇപ്പൊ അതാണ് അവര് വന്ന് പറഞ്ഞേക്കുന്നത് ഞങ്ങൾ അപമര്യാദയായി പെരുമാറി ആ വീടൊക്കെ അവരോട് നിങ്ങൾ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടാൻ ശ്രമിച്ചു അതിനെ പിന്നെ അവരോട് നിർബന്ധിച്ച് കേസെടുക്കുന്നതിന് പറയണ്ട. കാരണം ഇപ്പോൾ നിങ്ങൾ പറയുന്ന രീതിയിൽ പോലീസിന് കേസെടുക്കുന്നതിൽ പരാതി വരാണ് കേസെടുത്ത് ഞാൻ ബാധ്യസ്ഥരാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ചെന്നതിന് ശേഷം ഞങ്ങൾക്ക് കറണ്ടൊക്കെ റെഡിയാക്കി തന്നു. ചെറിയൊരു ലൂസ് കണക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു കാരണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ 3 ദിവസം ഞങ്ങളല്ല ഇവിടെ ഈ പ്രദേശത്തുള്ളവരൊക്കെ കറണ്ട് ഇല്ലാണ്ടിരുന്നത്. അപ്പം നമ്മുടെ ഈ പ്രശ്നത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വീഡിയോ എടുത്തതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പരാതി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ പോയി എടുത്തതിന് ഇവർ കൊടുത്ത പരാതി ഇതാണ്. അപ്പം നമ്മുടെ അടുത്ത് തെളിവൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്തായേനെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. അപ്പം ഇതിനൊക്കെ ഒരു പരിഹാരം എങ്ങനെയെങ്കിലും ഉണ്ടാകണം. കാരണം വെച്ചാൽ കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ വേറെ ആൾക്ക് പോയിട്ടൊക്കെ പരാതി ചെയ്യുക. വിളിച്ചു കഴിഞ്ഞാൽ വരിക, അല്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെ പോയി ചോദിക്കാൻ നിവൃത്തിയുള്ളൂ. ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ അവർ എഴുതി പിടിപ്പിച്ച് നമ്മുടെ പേര് കംപ്ലയിൻറ്റ് കൊടുക്കുക. ഇതാണ് ഇവരുടെ സ്ഥിരം ഒരു പരിപാടി.